ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് 2026 എങ്ങനെയാകും. 2026 ധനുക്കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും അവരുടെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വർഷമാകും. പ്രത്യേകിച്ച് കഠിന പ്രയത്നത്തിലൂടെ വിജയം കൈവരിക്കേണ്ടുന്ന സമയമാകും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ വർഷ അവസാനം ഭാഗ്യാനുഭവങ്ങൾക്ക്, അതുപോലെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള വർഷമായിട്ട് 2026 കാണാം. ഇപ്പോൾ 2026 ഫലം വിശദമായി പറയുന്നതിന് മുമ്പ് 2026 ഗ്രഹഗോചര സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് സാവധാന രാശി മാറുന്ന ഗ്രഹങ്ങൾ, അതായത് ശനി, രാഹു, കേതു, ഗുരു, ഈ 4 ഗ്രഹങ്ങളുടെ സ്ഥിതി ആണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ധനുക്കുറുകാർക്ക് 4-ൽ ശനി നിൽക്കുകയാണ്. കണ്ടകശനി സമയമാണ്. ആ ശനിക്ക് 2026 രാശിമാറ്റമില്ല. അതേസമയം ജൂലൈ 27 മുതൽ 4 നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രാഹു 3-ൽ നിൽക്കുന്നു. വർഷ അവസാനം 3-ൽ നിന്നും ആ രാഹു 2-ലേക്ക് മാറും. കേതു ആണെങ്കിൽ ഭാഗ്യസ്ഥാനത്താണ്. വർഷാവസാനം ആ കേതു ഭാഗ്യസ്ഥാനത്ത് നിന്ന് അഷ്ടമത്തിലേക്ക് മാറും. ഗുരു ജൂൺ 1 വരെ 7-ലായിരിക്കും. 7-ൽ സ്ഥിതി ഉണ്ടാകും. അതേസമയം ജൂൺ 2 മുതൽ ആ ഗുരു അഷ്ടമത്തിലേക്ക് മാറുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിൽ ആ ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അതേസമയം മാർച്ച് 10 വരെ 7 നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയിലായിരിക്കും. അതാണ് ഗുരുവിൻ്റെ 2026 അവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ഇപ്പോൾ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങൾ സൂര്യൻ, അതുപോലെ ചൊവ്വ, ബുധൻ, ശുക്രൻ, ഈ 4 ഗ്രഹങ്ങളും വർഷ ആരംഭത്തിൽ ജന്മരാശിയിലാണ്. ക്രമേണ 2, 3, 4, 5 രാശികളിലൂടെ രാശി മാറുന്നു. അപ്പോൾ ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള വർഷഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് ഒരു പൊതുഫലമായിട്ട് എടുക്കാവൂ. കാരണം ഈ കൂറുകാർക്ക് 2026 നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, ഇത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഏത് ദശ നടക്കുന്നു, ഏത് അപകാരം നടക്കുന്നു, ഏത് ഛിദ്രം നടക്കുന്നു, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ധനുക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് പറയുന്നത്. അപ്പം ധനുക്കൂറിൽ ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരുള്ളൂ, മറ്റുള്ളവർക്ക് ലഗ്നരാശിയിൽ വ്യത്യസ്തമാകും. അപ്പം ധനുക്കൂറിൽപ്പെടുന്ന ആളുകൾക്ക് ധനുലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശി കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നും കൂടെ നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം വരും. അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനു കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു 7-ൽ നിൽക്കുന്നു. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ ഗുണപരമാണ്. എങ്കിലും മാർച്ച് 10 വരെ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു 7-ൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ 4-ൽ ശനിയുണ്ട് സുഖസ്ഥാനത്ത്. അപ്പം മാനസികമായിട്ട് ഒരു സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ആദ്യം വർഷാരംഭത്തിൽ ഉണ്ടാകാം. അതുപോലെ ശാരീരികമായിട്ട്
പ്രത്യേകിച്ച് ലഗ്നാധിപൻ വക്രത്തിലാകുമ്പോൾ ആദ്യത്തെ 2 മാസം നമുക്ക് അല്പക്ഷീണം, ഉന്മേഷക്കുറവ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി പോകണം. ഇപ്പോൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ കുജൻ, രവിയൊക്കെ 2-ലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഇപ്പോൾ സംസാരത്തിലൊക്കെ അല്പം മുൻകോപമൊക്കെ ഉണ്ടാകും, പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. മാർച്ച് 10 കഴിയുമ്പോൾ പ്രത്യേകിച്ച് മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് സുഖാനുഭവം ഉണ്ടാകും. കാരണം ലഗ്നാധിപനായിട്ടുള്ള ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ 7-ൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അങ്ങനെ ആ ഗുരുവും നമ്മുടെ ലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷാനുഭവങ്ങൾ തരും. പ്രത്യേകിച്ച് ആ ഗുരു സുഖസ്ഥാനാധിപനും കൂടിയാണ്. അപ്പോൾ സുഖസ്ഥാനാധിപൻ വക്രത്തിൽ വരുമ്പോഴാണ് നമുക്ക് സുഖക്കുറവുണ്ടാകുന്നത്. പക്ഷേ സുഖസ്ഥാനാധിപൻ നേർസഞ്ചാരത്തിൽ വരികയും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം നമുക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. മാർച്ച് 10 മുതൽ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു, ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സുഖാനുഭവങ്ങൾ ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. അതേസമയം ജൂൺ 2 ആവുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചരാശിയിൽ വരികയാണ്, 8-ലേക്ക് മാറും. പക്ഷേ ഉച്ചസ്ഥിതനാണ്. ഒക്ടോബർ അവസാനം വരെ ആ ഗുരു അഷ്ടമരാശിയിലായിരിക്കും. അതൊരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ആ ഗുരുവിൻ്റെ അഷ്ടമ രാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില സംഭവവാസങ്ങളും ഈ അഷ്ടമത്തിൽ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജലരാശിയിലാണ് അഷ്ടമരാശി എന്ന് പറയുന്നത്, ജലരാശിയാണ്, കർക്കിടക രാശിയാണ്. അപ്പോൾ അവിടെ ജന്മരാശ്യാധിപൻ വരുമ്പോൾ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് വ്യായാമം, യോഗ ഇവയൊക്കെ ശീലിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് ഒക്ടോബർ വരെ, ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ജൂൺ 12 ആവുമ്പോൾ ചൊവ്വ 6-ൽ വരികയാണ്. അപ്പോൾ അത് ഈ 6-ാം ഭാവാധിപനായ ശുക്രൻ 8-ൽ വരുന്നു. അതൊക്കെ നമുക്ക് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ അതൊരു ശുക്രൻ 6-ാം ഭാവാധിപൻ 8-ലൊക്കെ വരിക എന്ന് പറയുന്നത് അതൊരു വിപരീത രാജയോഗമാണ്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് സഡൻ റിക്കവറി സാധ്യമാകും. അതുപോലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ആ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ വർഷ അവസാനം ഈ ഗുരുവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പം അത് പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വത്തിനൊക്കെ തിളക്കം ഉണ്ടാകും, ആരോഗ്യസ്ഥിതിയൊക്കെ ശക്തമാകും, ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും നവംബർ ഡിസംബർ മാസം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇവരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. ഇപ്പം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ട് ബന്ധം വരികയാണ്. അതുപോലെ 5-ാം ഭാവാധിപനായ ചൊവ്വയും ആ സൂര്യനും ബുധനുമായിട്ട് ബന്ധം വരുന്നുണ്ട്. 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും വർഷാരംഭത്തിൽ പ്രത്യേകിച്ച് 2-ാം ഭാവരാശിയിലൂടെ പോവുകയാണ്. ഇപ്പോൾ ഗുരു 7-ൽ നിന്ന് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോൾ പൊതുവെ നമുക്ക് കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുള്ള സമയവും കൂടെയാണ്. അപ്പോൾ നമുക്ക് തൊഴിൽ ചിന്ത കൂടും. അപ്പോൾ 5-ാം ഭാവാധിപൻ കുജൻ ജനുവരി പകുതിയോടെ ധനസ്ഥാനത്ത് ഉച്ചനാകുകയാണ്. രവി, കുജൻ, ബുധൻ, ശുക്രൻ ധനസ്ഥാനത്തൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് നമുക്ക് കുജൻ എന്ന് പറയുന്നത് ആ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നത്. 5-ാം ഭാവത്തിൻ്റെ 10-ൽ കുജൻ സഞ്ചരിക്കുന്നു. അത് തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ 5 എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ ആ ടീച്ചിങ്, ക്രിയേറ്റീവ് വർക്ക്,
അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ ഉച്ചസ്ഥിതനായിട്ടാണ് വരുന്നത്. അതുപോലെ സൂര്യൻ്റെ സ്ഥിതി, ഭാഗ്യാനുഭവങ്ങൾ, സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ആ ഭാഗ്യഭാവാധിപൻ സൂര്യൻ അവിടെ 2-ൽ വരുന്നു. അപ്പോൾ ആ രവി ബുധ യോഗമൊക്കെ പൊതുവെ നമുക്ക് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കും. ധർമ്മകർമ്മ ബന്ധമാണ്. 9-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ബന്ധപ്പെട്ട് 2-ൽ വരികയാണ്. അത് പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് ഗുണം അനുഭവം ഉണ്ടാക്കും. ഗുരു ആദ്യത്തെ 2 മാസമൊക്കെ വക്രത്തിലായതുകൊണ്ട് കഴിവതും നമ്മൾ ആലസ്യമൊക്കെ ഒഴിവാക്കി കർമ്മത്തിലൊക്കെ ഫോക്കസ് കൂടണം. അതുപോലെ സൂര്യന് ഈ ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ 10-ലൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ ഉച്ചരാശിയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത് 11-ൽ. അതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ മാർച്ച് മുതൽ മാർച്ച് 10 ആകുമ്പോൾ ഗുരു വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഈ 10-ാം ഭാവാധിപൻ ബുധൻ 4-ൽ നീചരാശിയിൽ വരുന്നു. 10-ാം ഭാവാധിപൻ നീചരാശിയിലാണെങ്കിലും നീചഭംഗം വരുന്നുണ്ട്. ആ 4-ൽ നിൽക്കുന്ന ബുധൻ 10-ലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് വളരെ വലിയ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത്, അതായത് 5-ൽ വരുന്നുണ്ട് ഉച്ചസ്ഥിതിയിൽ. അത് ഏപ്രിൽ പകുതിയോടെ നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. ബുധനോടൊപ്പമാണ്, രവിയും ബുധനോടൊപ്പം ആ തൊഴിലിടത്ത് പൊതുവെ നമുക്ക് സഡനായിട്ടുള്ള ചില മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഏപ്രിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മെയ് മുതൽ ജൂൺ പകുതി വരെ കർമ്മഭാവാധിപൻ 6, 7 രാശികളിൽ സഞ്ചരിക്കുകയാണ്. അതും തൊഴിൽ ഭാഗ്യത്തിൻ്റെ ഒരു സ്ഥിതി കാണിക്കുന്നു. ഈ 6, 7 ഭാവം എന്ന് പറയുമ്പോൾ കർമ്മഭാവത്തിൻ്റെ 9ഉം 10ഉം രാശികളാണ്. അത് നേട്ടം ഉണ്ടാക്കും. ജൂൺ 2-ന് ലഗ്നാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ തിളങ്ങും. അതുപോലെ ഈ പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിലാകുന്നു. ആ ശനി വക്രദൃഷ്ടി 10-ൽ വരുന്നു. അതായത് കർമ്മം മെച്ചപ്പെടുത്തുന്നതിനുള്ള, തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ, അതിനുള്ള പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകും. ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വരും. പൊതുവെ കൂടുതൽ സഹനശക്തി, അച്ചടക്കം, നീതിബോധം ഇവയൊക്കെ ശീലിച്ച് പോകുന്നവർക്ക് ആ ശനി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ബുധൻ 9, 10 രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതും തൊഴിൽ ഭാഗ്യത്തിന് സഹായകമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ നോക്കുമ്പോൾ ആ ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറുന്ന സമയം, അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം നമ്മളല്പം കെയർ കൊടുത്ത് പോകണം. അതായത് നമ്മൾ പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് വലിയ നേട്ടം ഉണ്ടാകും. മറ്റുള്ള മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങൾ അവർക്ക് ആ അഷ്ടമത്തിലെ ആ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. 7-ാം ഭാവാധിപനും ബുധനാണ്. ആ ബുധൻ വർഷ ആരംഭം ജന്മരാശിയിലാണ്. ക്രമേണ ആ രവി, ബുധൻ, ശുക്രനൊക്കെ തന്നെ അനുകൂല സ്ഥാനത്താണ് വർഷാരംഭം. അതൊക്കെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കും. ജന്മലഗ്ന രാശാധിപൻ 7-ൽ നിൽക്കുന്ന സമയമാണ്. മാർച്ച് 10 വരെ ആ ഗുരുവിന് വക്രസ്ഥിതി ഉണ്ട്. അപ്പോൾ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ 7-ലെ ഗുരു നല്ലതാണ്. വിപുലീകരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ അവർക്കുണ്ടാകാം.
അതിനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കാം. മാർച്ച് 10 കഴിയുമ്പോൾ ബിസിനസ്സിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 7 നിൽക്കുന്ന ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അത് വളരെ നേട്ടമുണ്ടാക്കും. ബിസിനസ്സിലെ കാര്യക്ഷമത ഉണ്ടാകും. ആക്ടിവിറ്റീസൊക്കെ ശക്തമാകും. ബുധനും ഏപ്രിലൊക്കെ നീചരാശിയിലാണെങ്കിലും, ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ 4 നീചരാശിയിലാണെങ്കിലും ആ ബുധന് നീചഭംഗമുണ്ട്. മാത്രമല്ല ബുധനും ഗുരുവും ഒക്കെ തന്നെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതായത് 7ാം ഭാവാധിപൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു 7ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലും രാശികൾ മാറി നിൽക്കുന്നു. ആ രാശി പരിവർത്തന യോഗവും ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം. അപ്പം ബുധൻ നീചസ്ഥിതിയിലാണെങ്കിലും അത് ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പകുതിയോടുകൂടി ഉച്ചരാശിയിലൊക്കെ വരുന്നുണ്ട്. അതും ഭാഗ്യനേട്ടങ്ങൾക്ക് വഴിതെളിക്കും. ജൂണിൽ ബിസിനസ് 7ാം ഭാവാധിപനുള്ള ബുധൻ 7 തന്നെ വരികയാണ്. അത് വലിയ നേട്ടങ്ങൾ ആ ബിസിനസ്സിൽ ഉണ്ടാക്കും. ജൂൺ 2 മുതൽ ഗുരു അഷ്ടമരാശിയിലേക്ക് മാറുന്നു, ഉച്ചരാശിയിലേക്ക് മാറുന്നു. ഒക്ടോബർ വരെ ആ ഗുരു അഷ്ടമരാശിയിലെ സ്ഥിതി തുടരും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ജൂലൈ മാസം ബുധൻ 7 വക്രത്തിലാകുന്ന സമയമായതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക. അതേപോലെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ബിസിനസ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്ലാനൊക്കെ ആ സമയത്ത് തയ്യാറാക്കുന്നത് നല്ലതാണ്. അതേസമയം ആഗസ്റ്റ് അവസാനത്തോടുകൂടി ബിസിനസ്സിൽ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബറിൽ ഒക്ടോബറിലൊക്കെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ ശക്തമാകും. വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഗുരു ഭാഗ്യസ്ഥാനത്തൊക്കെ വരുന്നത് ഇത് അവരേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഭാഗ്യനേട്ടങ്ങൾ, കാര്യസാധ്യം, ഈശ്വര കടാക്ഷം ഒക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശനി, അതുപോലെ ഗുരു, കുജൻ, രവി, ബുധൻ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ശനി 4ലാണ്, സുഖസ്ഥാനത്താണ്. ഇപ്പോൾ ഗുരു 7, 8, 9 രാശികളിൽ രാശി മാറുന്നു. കുജനും രവിയും ബുധനും ഒക്കെ തന്നെ വർഷാരംഭം ജന്മരാശിയിലാണ്. രാഹു 3ലുണ്ട്. അപ്പോൾ ഏത് ആക്ടിവിറ്റിയിലും നമുക്കത് ധൈര്യത്തോടു കൂടി മുന്നിട്ടിറങ്ങാൻ കഴിയും. അതുപോലെ പഠനത്തിലൊക്കെ ആക്റ്റീവ് ആകും. നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയൊക്കെ അവർക്കുണ്ടാകും. അതേസമയം സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. 3ൽ രാഹുവാണ്. അതുപോലെ ബുധനും രവിയും കുജനും ഒക്കെ ജന്മരാശിയിലാണ് വർഷാരംഭത്തിൽ എന്നുള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് പഠിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ജനുവരി പകുതിയോടുകൂടി ഈ ചൊവ്വ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിൽ വരികയാണ്. അപ്പോൾ അത് നമുക്ക് വർഷാരംഭം പഠനത്തിൽ ഫോക്കസ് കൂടും. മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ അതേസമയം ഫെബ്രുവരി ലാസ്റ്റ് 26 ആകുമ്പോൾ മാർച്ച് 20 വരെ പഠിതാക്കൾക്ക് അല്പം കെയർ വേണം. കാരണം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലാകുന്ന സമയമാണ്. അപ്പോൾ ബുധനൊക്കെ വക്രത്തിലാകുമ്പോൾ അത് പഠനത്തെ അത് അല്പം ദോഷമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പഠനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം. അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബുധൻ്റെ സ്ഥിതി അനുകൂല സ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ ബുധനൊക്കെ നീചഭംഗമൊക്കെ വരുന്നുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധനും ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവും ഒക്കെ തന്നെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂടും. പഠനം മെച്ചപ്പെടുത്തുന്നതിനും കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ തിളങ്ങുന്നതിനും മികവ് പ്രകടിപ്പിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവാധിപനായുള്ള ചൊവ്വ ക്രമേണ 5ലും 6ലും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നത് പോലെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും. അനുകൂല സമയമാണ്. ജൂൺ 2 ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ മാറുന്നുണ്ട്. ആ സമയം ബുധൻ വക്രത്തിലും ആകുന്നുണ്ട്. അപ്പോൾ അത് പഠനത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം, ഒരു മാറ്റത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ പുതിയ കോഴ്സൊക്കെ പഠിക്കുന്നതിനെ പറ്റിയുള്ളൊരു ചിന്തയൊക്കെ ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും. അതിനുള്ള ശ്രമങ്ങളുണ്ടാകും.
ഇപ്പം ഗവേഷണ വിദ്യാർത്ഥികൾക്ക്, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഗുരുവൊക്കെ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് വളരെ നേട്ടം ഉണ്ടാകും. പുതിയ അറിവുകളൊക്കെ സ്വായത്തമാക്കുന്നതിന് അനുകൂല സമയമാണ്. ഒക്ടോബർ വരെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ജന്മലഗ്ന രാശാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് നിന്ന് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള കുജനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും. ഈശ്വര കടാക്ഷമൊക്കെ കിട്ടും. സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് അവർക്ക് ഗുണം ചെയ്യും. സ്പിരിച്വൽ നോളജ് കൂടും. അപ്പോൾ പേഴ്സണാലിറ്റി തലത്തിൽ, വ്യക്തിതലത്തിലൊക്കെ ഒരു വ്യക്തിത്വമൊക്കെ മെച്ചപ്പെടുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ വർഷാരംഭത്തിൽ ധനഭാഗ്യത്തിൻ്റെ വർഷം എന്ന് പറയാം. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 2ൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രനും ധനസ്ഥാനത്ത് വരികയാണ്. അതുപോലെ 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്ത് വരുന്നു. അതായത് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. ധനസ്ഥിതി ഉയരും. അത് വർക്ക് വഴിയാകാം, ബിസിനസ് വഴിയാകാം, പഠനം വഴിയാകാം, കുടുംബ വരുമാനം വഴിയാകാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ധനഭാഗ്യം ഉണ്ടാകും. പിതാവിന് ധനഭാഗ്യം ഉണ്ടാകും. അതുകൊണ്ടുള്ള ഗുണാനുഭവം ഉണ്ടാകും. മാത്രമല്ല മാർച്ച് 10 വരെ ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിലാണ്. അത് നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയും അത് ഉയർത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിനുള്ള പദ്ധതികൾ, അതിനുള്ള പരിശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ മാർച്ച് 11 മുതൽ ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നു. അത് ഇപ്പോൾ ധനകാരകനാണ് ഗുരു. ആ ഗുരു വക്രത്തിൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടൊരു മെല്ലപ്പോക്കുണ്ടാകും. പക്ഷേ ഗുരു നേർസഞ്ചാരത്തിൽ വരുമ്പോൾ നമുക്ക് ധനപരമായിട്ട് ഒരു ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ക്രിയേറ്റീവ് തലത്തിൽ, സ്പെക്കുലേഷൻ തലത്തിൽ, ഓഹരി വിപണികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ ഈ ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് മാറുകയാണ്. ഉച്ചരാശിയിലേക്കാണ് ആ ഗുരു മാറുന്നത്. ഒക്ടോബർ വരെ ആ ഗുരു അഷ്ടമത്തിലായിരിക്കും. എങ്കിലും ആ ഗുരു 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അറിവ് വഴി, പഠനം വഴി, ഗവേഷണം വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവെ മാനസികമായിട്ടുള്ള സംഘർഷമൊക്കെ കുറയും, മനസ്സമാധാനമൊക്കെ വരും. കാരണം 4ൽ ശനി നിൽക്കുകയാണെങ്കിലും ആ സമയത്ത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ആ 4ലെ ശനിയെ ഗുരു, 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ശനിയെ ദൃഷ്ടി ചെയ്യും. അത് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാകും. മാത്രമല്ല ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ 4 നിൽക്കുന്ന ശനി വക്രത്തിലാവുകയും കൂടെ ചെയ്യുകയാണ്. അതും നമുക്ക് മാനസിക ടെൻഷൻ കുറയുന്നതിനും മനസ്സമാധാനത്തിനുമൊക്കെ അത് ഒരു അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. വർഷാവസാനമൊക്കെ ആകുമ്പോൾ ഈ കാരകനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ജന്മരാശിയിലൊക്കെ ഗുരുദൃഷ്ടി വരുന്നു. അതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഭാഗ്യസ്ഥാനത്ത് ധനകാരകൻ വരികയാണ്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം, ദാമ്പത്യബന്ധം നോക്കുമ്പോൾ വർഷാരംഭം 7ാം ഭാവാധിപനുള്ള ബുധൻ 7ൽ ജന്മരാശിയിൽ നിൽക്കുന്നു. 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് വിവാഹാലോചനകൾക്കൊക്കെ അനുകൂലമാണ്. ജൂൺ 1 വരെ അനുകൂല സമയമെന്ന് പറയാം. കാരണം ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു 7ൽ നിൽക്കുകയാണ്. അതിൽ മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലാകുമ്പോൾ ഒരു ആലോചനയ്ക്കൊരു വേഗതയൊന്നും വരണമെന്നില്ല, ആലോചന ഫലവത്താകണമെന്നില്ല. അത് കഴിയുമ്പോൾ മാർച്ച് 10 കഴിയുമ്പോൾ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ അത് ആലോചനകൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ജൂൺ 2 ആകുമ്പോൾ ഗുരു അഷ്ടമത്തിലേക്ക് മാറുന്നു. എങ്കിലും 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 സ്ഥിതി വരുന്ന സമയമാണ്. അതും വിവാഹത്തിന് അനുകൂല സമയമാണ്.
ജൂലൈ പകുതി മുതൽ ആഗസ്റ്റ് പകുതി വരെ രവിയും ഗുരുവും ഒക്കെ അഷ്ടമത്തിലായതുകൊണ്ട് നമ്മൾ അവിടെ ഒരു പ്രത്യേകിച്ച് ഈ സീക്രട്ടായിട്ടുള്ള അഫെയർസ് ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അവരുടെ രഹസ്യബന്ധങ്ങളൊക്കെ പുറത്തു വരും. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. നവംബർ ഡിസംബർ മാസം ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. ബുധനും ശുക്രനും ഒക്കെ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അത് നമുക്ക് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ആദ്യ പകുതിയും മെയ് അവസാനം വരെയുള്ള സമയം ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാകും. കാരണം 7-ൽ ഗുരുവാണ്. പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനൊക്കെ കഴിയും. ജൂലൈ പകുതി ആഗസ്റ്റ് പകുതി വരെയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. രഹസ്യബന്ധങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് ദാമ്പത്യ ബന്ധത്തെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ്. മാത്രമല്ല കുജൻ 7, 8 രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. അത് ദാമ്പത്യ ബന്ധം പ്രയാസം ഉണ്ടാക്കും. നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ വളരെ സന്തോഷകരമാണ്. കുടുംബജീവിതം പൊതുവെ ഈ ദാമ്പത്യ ബന്ധം സന്തോഷകരമാകും. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുജനും രവിയും ഒക്കെ തന്നെ വർഷാരംഭം 2-ലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുജനും രവിയും 2-ലൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഹാർഷായിട്ടൊക്കെ സംസാരിക്കും, പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. അത് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വർഷാരംഭത്തിൽ. അതേസമയം കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും, ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. സാമ്പത്തിക ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അത് നല്ലതാണ്. ഏപ്രിൽ മെയ് ആദ്യ പകുതി കുജൻ ശനിയുമായിട്ട് യോഗം വരുന്നു 4-ൽ സുഖസ്ഥാനത്ത്. അത് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. അത് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകും, മനസ്സമാധാനം കുറയുന്നതിനിടയാക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരും ജൂൺ 2 മുതൽ. കാരണം ആ 4-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഗുരു അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നതെങ്കിൽ 4-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അതുപോലെ 2-ലേക്കും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും കുടുംബജീവിതം സന്തോഷകരമാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. 4-ാം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു അഷ്ടമത്തിലാണെങ്കിലും ആ 4-ാം ഭാവത്തിൻ്റെ 5-ലാണ് വരുന്നത്, ഉച്ചനാകുന്നത് എന്നതുകൊണ്ട് അത് വലിയ ദോഷം ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല 4-ലെ ശനിക്ക് ജൂലൈ 27 മുതൽ അതിന് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4-ലൊക്കെ ശനി നിൽക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു തമോ ഗ്രഹം 4-ൽ സുഖസ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ മാനസികമായിട്ടൊരു ടെൻഷൻ, സുഖക്കുറവൊക്കെ വരാം. പക്ഷെ അവിടെ നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ടെൻഷൻ കുറയും. അപ്പോൾ കുടുംബത്തിൽ സമാധാനം, മെൻ്റൽ ടെൻഷനൊക്കെ കുറയും. കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വർഷാവസാനം ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നതും ജന്മലഗ്ന രാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും പൊതുവെ നമുക്ക് ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് നൽകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.